നമസ്കാരം. കൊക്കോ ദൈവത്തിന്റെ ഭക്ഷണം എന്നൊരു റിസർച്ച് ടൈപ്പ് പ്രൊജക്റ്റാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കൃഷിയെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, കാർഷിക മാലിന്യങ്ങളുടെ ഫലപ്രദമായ സംസ്കരണം എന്നിവ കൊക്കോയുടെ സുസ്ഥിര കൃഷി മാതൃകയായി അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ. ഭക്ഷ്യവിതരണത്തിന്റെയും സാമ്പത്തിക ഭദ്രതയുടെയും അടിസ്ഥാനമാണ് കൃഷി. എന്നാൽ ആധുനിക കാലത്ത് വർദ്ധിച്ചു വരുന്ന പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ വിരൽ ചൂണ്ടുന്നത് സുസ്ഥിര കൃഷി രീതിയുടെ ആവശ്യകതയിലേക്കാണ്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വരും തലമുറയെ ഓർത്തുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണിത്. എന്നാൽ അത് കർഷകർക്ക് ലാഭകരമാകുക കൂടി വേണം. മണ്ണിനും പരിസ്ഥിതിക്കും ഏറെ ദോഷമുണ്ടാക്കുന്ന തരത്തിൽ രാസകൃഷി രീതികൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഏലം പോലുള്ള കൃഷികളാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു. ഇതിന് ബദലായി സുസ്ഥിര കൃഷി രീതിയിലൂടെ എന്നാൽ കർഷകർക്ക് ഏറ്റവും ലാഭം ലഭിക്കുന്ന രീതിയിൽ കൊക്കോ കൃഷി ചെയ്യാം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ശാസ്ത്രീയ കൃഷി രീതികൾ, ആരോഗ്യ ഗുണങ്ങൾ, കാർഷിക മാലിന്യങ്ങളുടെ ഫലപ്രദമായ സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കൽ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ദൈവത്തിന്റെ ഭക്ഷണം എന്നൊരു റിസർച്ച് ടൈപ്പ് പ്രൊജക്ട് ഞങ്ങൾ ചെയ്തു. ഇടുക്കി ജില്ലയിലെ മണ്ണും കാലാവസ്ഥയും കൊക്കോ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. സുസ്ഥിര വരുമാനം, അധ്വാനക്കുറവ്, അമിതമായ രാസവളങ്ങളുടെയോ കീടനാശിനികളുടെയോ ഉപയോഗമില്ലായ്മ എന്നിവയാണ് കൊക്കോ കൃഷിയിലെ ആകർഷകമായ ഘടകങ്ങൾ. ചൂടുള്ള മഴക്കാടുകളാണ് കൊക്കോ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കൊക്കോ കൃഷിക്ക് അനുയോജ്യമായ താപനില. വനമണ്ണ്, ചുവന്ന ലാറ്ററൈറ്റ് മണ്ണ് എന്നീ മണ്ണുകളാണ് കൊക്കോ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. കാലാവസ്ഥാ വ്യതിയാനം, കീടബാധ, കുളിപ്പിക്കാനും ഉണക്കാനുമുള്ള അസൗകര്യങ്ങൾ, കൊക്കോ ഇറക്കുമതി, കൊക്കോയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള അറിവില്ലായ്മ എന്നിവയാണ് കൊക്കോ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. CCRP 14, CCRP 15 തുടങ്ങിയ സങ്കര ഇനങ്ങൾ കൃഷി ചെയ്യുന്നവരിൽ കർഷകർക്ക് കൂടുതൽ വിളവ് ലഭിക്കുന്നു. മാത്രമല്ല മിതമായ ജലസേചനം, ജൈവ വളപ്രയോഗം, ട്രോളിംഗ് എന്നിവ വഴിയും കൂടുതൽ വിളവ് ലഭിക്കുന്നു. കൊക്കോയുടെ പരിപ്പാണ് വിപണി മൂല്യം കൂടുതലുള്ള വസ്തു. വിളവെടുത്ത കൊക്കോയിൽ നിന്ന് പരിപ്പുകൾ നീക്കി പച്ചയ്ക്കോ കുളിപ്പിച്ചോ ഉണക്കിയോ കർഷകർ വിപണനം ചെയ്യുന്നുണ്ട്. ചില കർഷകരും കർഷക സമൂഹങ്ങളും കൊക്കോയിൽ നിന്ന് ചോക്ലേറ്റും കൊക്കോ പൗഡറും നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഇത് കൂടാതെ കൊക്കോ ബട്ടർ, ജാം, ജെല്ലി, ജ്യൂസ്, വിനാഗർ എന്നിവ നിർമ്മിക്കുക വഴി കർഷകർക്ക് കൂടുതൽ ലാഭം നേടാനാകുമെന്ന് ഞങ്ങൾ കണ്ടെത്തി. ബീൻ ഷെല്ലിൽ നിന്ന് ചായങ്ങൾ, ഫൈബർ പൗഡർ, അഡ്സോർബന്റുകൾ എന്നിവ നിർമ്മിക്കാനാകും. കൃഷിമാലിന്യങ്ങളായ തൊണ്ട്, ഉണ്ണി, ഇലകൾ, കൊമ്പുകൾ എന്നിവ കാലിത്തീറ്റ നിർമ്മാണത്തിനും കമ്പോസ്റ്റ് നിർമ്മാണത്തിനും ഉപയോഗിക്കാമെന്നും ഞങ്ങൾ കണ്ടെത്തി. ഭക്ഷണത്തിൽ നിന്ന് കൊക്കോ പൾപ്പിലുള്ള ഈസ്റ്റ് ഫെർമെന്റേഷന് സഹായിക്കുമെന്നും ഈ പൾപ്പ് മാവ് പൊളിപ്പിക്കുക, പാൽ തയ്യാറാക്കുക തുടങ്ങിയ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും കണ്ടെത്തി. പൾപ്പിലുള്ള ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, അസറ്റിക് ആസിഡ് ബാക്ടീരിയ എന്നിവ പൾപ്പിലുള്ള പഞ്ചസാരയെ വിഘടിപ്പിച്ച് ജൈവ ആസിഡാക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കുന്ന ലാക്റ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ് എന്നിവ റബ്ബർ പാൽ ഒഴിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ശാസ്ത്രീയമായി ഈ ആസിഡുകളെ വേർതിരിച്ചെടുത്താൽ അച്ചാർ, ജാം, ജെല്ലി എന്നിവയെ പ്രിസർവേറ്റീവായി നമുക്ക് ഉപയോഗിക്കാം.